ഗുഡ് ഈവനിങ് ആൾ. എല്ലാവർക്കും ഇന്നത്തെ ബാച്ച് ഫ്ലവർ റെമഡീസിനെ കുറിച്ചുള്ള ക്ലിനിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കൃത്യം 100 പേർക്ക് മാത്രമേ ലിങ്ക് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും എല്ലാവരും ജോയിൻ ചെയ്തിട്ടില്ല. ഏതാണ്ട് 60 പേരാകുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്തോളും. ഡോക്ടർ രമാദേവി അമ്പാടി നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും സുപരിചിതയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആ പേരെന്തായാലും കേട്ടിട്ടുണ്ടാവും, യാതൊരു സംശയമില്ല. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ പുതിയ തലമുറയിലെ ഡോക്ടർമാർ കണ്ടു പഠിക്കേണ്ട ഒരു ഡോക്ടറാണ് ഡോക്ടർ രമാദേവി അമ്പാടി. 50 വർഷത്തിലധികം ചികിത്സാ പരിചയമുള്ള, പഠിക്കുന്ന കാലത്തെ അന്നത്തെ ഏറ്റവും വെറ്ററൻ ഹോമിയോപ്പത്തിനോടൊപ്പം നിന്ന് ഹോമിയോപ്പതി നല്ല രീതിയിൽ പഠിക്കുകയും പിന്നീട് ഈ അടുത്ത കാലത്തൊക്കെ എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ഇൻഫെർട്ടിലിറ്റി കേസുകളൊക്കെ പറയുമ്പോൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നതിനേക്കാൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള, അതായത് അത്രയ്ക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായ രമാദേവി മാഡത്തിന്റെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സക്സസ് കേസസ് ആയിരുന്നു നമുക്ക് കേൾക്കാൻ താല്പര്യമുള്ളത്. പക്ഷെ ഈ ബാച്ച് ഫ്ലവർ റെമഡീസ് ഹോമിയോപ്പതി മെഡിസിൻസിനോടൊപ്പം വളരെയേറെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ്. പക്ഷെ നമ്മൾ പുതിയ തലമുറയിലെ ഡോക്ടർമാർ അത് കാര്യമായി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് രമാൻഡിയെ കൊണ്ട് ബാച്ച് ഫ്ലവർ റെമഡീസിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുപ്പിക്കാൻ ഞാൻ തയ്യാറായത്. ഒരു 2 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2023 ജൂൺ മാസത്തിൽ നമ്മളൊരു ക്ലാസ് വെച്ചിരുന്നു. അന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വളരെ വെറ്ററനായ ഡോക്ടർ സുഗതൻ സാറായിരുന്നു അന്ന് ബാച്ച് ഫ്ലവർ റെമഡീസിനെ കുറിച്ച്. അന്ന് രമാൻഡി ഉണ്ടായിരുന്നു. രമാൻഡിയും സുഗത സാറോടാണ് അന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അതൊരു 3 മണിക്കൂർ നീണ്ട ഒരു സെഷനായിരുന്നു. ഇന്ന് പക്ഷെ നമുക്കൊരു 1 മണിക്കൂർ ക്ലാസ് ആണ്. ബാച്ച് ഫ്ലവർ റെമഡീസിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ, അല്ലെങ്കിൽ അത്തരം ബാച്ച് ഫ്ലവർ റെമഡീസ് ഏതൊക്കെ കേസിൽ പ്രയോജനപ്രദമായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ ആണ് രമ മാഡം ഈ ക്ലാസ്സിൽ നമുക്ക് തരുന്നത്. തുടർന്ന് നമുക്ക് ഈ വിഷയത്തിൽ തന്നെ കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ ഇനിയും ജോയിൻ ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ സമയം വൈകിക്കുന്നില്ല. ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. രമാൻഡി വളരെ സന്തോഷത്തോടെ, വളരെ ആദരവോടുകൂടി ഞാൻ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൊച്ചു കുട്ടികളാണ് ഇക്കാര്യത്തിൽ, ഹോമിയോപ്പതിയുടെ അറിവിന്റെ കാര്യത്തിൽ. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ ഒന്ന് എൻട്രി ചെയ്യാനായിട്ട് 1 മണിക്കൂർ സമയം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഡോക്ടർ രമാദേവി അമ്പാടിയെ ഈ ക്ലാസ് എടുക്കുന്നതിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. കേൾക്കാമോ അശോക്? കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. തുടങ്ങിക്കോളൂ. ആദ്യമായിട്ട് എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരു നന്ദി പറയാണ്. പിന്നെ ഞാൻ ഇതെല്ലാം കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് ഒരു വാക്ക് പറയാനുണ്ട്. ഞാൻ അക്കാഡമിക്കായിട്ട് ബാച്ച് ഫ്ലവർ റെമഡീസ് പഠിച്ചിട്ടില്ല. വായിച്ചു, കുറേ ബുക്സ് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ അശോക് പറഞ്ഞ പോലെ ഡോക്ടർ സുഗതൻ സാറുമായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ശാന്തയ്ക്കും നല്ല റാപ്പാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, ഇടയ്ക്ക് പോയി കാണും. ഈ എന്താണ് ബാച്ച് ഫ്ലവർ റെമഡിയെ പറ്റി അത്ര അരച്ച് കലക്കിയ ഒരു മാന്യദേഹമാണ് ഈ സുഗതൻ സാറ്. സുഗതൻ സാറിൻ്റെ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഒരു റെപ്പർട്ടറി അബൌട്ട് ബാച്ച് ഫ്ലവർ റെമഡീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഞാനും ശാന്തയ്ക്കും ഞങ്ങൾക്ക് തന്നു. ഡോക്ടർ അതിൻ്റെ കോപ്പി തന്നു. പിന്നെ വളരെ ഇഫക്റ്റീവായിട്ട് ഞാൻ അതിൽ കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾക്കത് കൂടുതലായിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ വെരി വെൽ ആസ്ക് ഹിം. ഡോക്ടർ ഇത് 250 രൂപയാണ് അതിൻ്റെ വില. അത് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഡോക്ടർ അയച്ചു തരും ബുക്ക്. അതല്ല ഞാൻ പറഞ്ഞിട്ട് ആണ് ഞങ്ങൾ ചോദിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഒരു 50 റുപ്പീസോളം നിങ്ങൾക്ക് അതിന് റിഡക്ഷൻ തരും ഡോക്ടർ. 200 രൂപയ്ക്ക് അത് നിങ്ങൾക്ക് ഇത് ബുക്ക് അയച്ചു തരും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഡോക്ടറുടെ കുറച്ച് ടിപ്സ് പറയും എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സന്തോഷമായിട്ട് പറഞ്ഞോളൂ, ഞാൻ ഡോക്ടറുടെ പേരിൽ ഒരു 50 രൂപ കുറച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഞാൻ പറയുന്ന ടിപ്സ് ഉപയോഗപ്രദമാണ്, നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ വെരി വെൽ കോണ്ടാക്ട് ഹിം, യു വിൽ ഗെറ്റ് ദ ബുക്ക്. അതിൻ്റെ ഡോക്ടറുടെ നമ്പർ അശോകിന് അറിയാലോ അല്ലേ? അശോക്, സുഗതം സാറിന്റെ നമ്പർ അറിയാമോ? അറിയാം ആന്റി, അറിയാം. അപ്പൊ അത് ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാല് നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ഉണ്ട് നമ്പർ ഉണ്ട്. ഇതാണ് ആ ബുക്ക്, ഫുൾ ടിപ്സ് ആണ് അത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം. പിന്നെ ഇനി നമുക്ക് ഈ ബാച്ച് ഫ്ലവർ റെമഡി ഇത് കണ്ടുപിടിച്ചത് ഡോക്ടർ എഡ്വേർഡ് ബാച്ച്. അതായത് MBBS-ഉം MRCP-യും LRCP എല്ലാം കഴിഞ്ഞ് ക്വാളിഫൈഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഹോസ്പിറ്റൽ ലണ്ടനിൽ ഇത് മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. ആദ്യം കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ലിനിക്കൽ ബാക്ടീരിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്ത് നമ്മുടെ ഈ എന്താ പറയുന്നത്, നമ്മുടെ ഹനുമാൻ ഇത് കണ്ടുപിടിച്ച പോലെ, അതായത് ഹനുമാൻ അറിയാലോ അല്ലെ, അലോപ്പതി ഇതില് ശാസ്ത്രത്തില് എം ഡി കാരനാണ് ഹനുമാൻ. ആ ഹനുമാൻ ഈ അലോപ്പതിയുടെ ആ മരുന്നിന്റെ ആ ഒരു ദൂഷ്യവശങ്ങൾ ഓർത്ത് മനസ്സിലാക്കി ഈ ഫെഡപ്പായിട്ട് അത് ഈ സിസ്റ്റം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാതെ അത്രയധികം, അതായത് ഒരു വലിയ ഫാമിലി നടത്തുന്ന ഒരു ഡോക്ടർ ഇത് പ്രാക്ടീസ് ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? എന്നിട്ടും ആ കഷ്ടപ്പാടും ദുരിതവും സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് അങ്ങനെ ഇരുന്ന് ഹനുമാൻ വളരെ ഗോഡ് ലവിങ് ആയിരുന്നു. ഹനുമാൻ വിചാരിച്ചത് ഈ ഇത്രയും മനുഷ്യർക്ക് അസുഖമുണ്ട്, അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് മാറാനായിട്ട് എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല എന്നുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ബിലീഫ് ഹനുമാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് ഹനുമാൻ നമ്മുടെ ഹോമിയോപ്പതി കണ്ടുപിടിച്ചത്. ഹോമിയോപ്പതിയും ക്രോണിക് ഡിസീസും ഒക്കെ കണ്ടുപിടിച്ചത്. അതിൻ്റെ ഇത് നമ്മൾ ഓർഗനോ ക്രോണിക് ഡിസീസൊക്കെ വായിക്കുമ്പോൾ നമുക്കത് നല്ലോണം ഫീൽ ചെയ്യും. ഇതേ ചരിത്രമാണ് നമ്മുടെ ഡോക്ടർ ബാച്ചിനും ഉണ്ടായത്. ബാച്ച് ഞാൻ പറഞ്ഞില്ലേ, MBBS, MRCS, LRCP എല്ലാം കഴിഞ്ഞ മനുഷ്യൻ ഒരു ബാക്ടീരിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇതിൻ്റെ അലോപ്പതി മരുന്നിൻ്റെ ഈ ദൂഷ്യവശങ്ങൾ ഓർത്ത് ഫെഡപ്പായിരിക്കുന്ന സമയത്ത് ഹോമിയോപ്പതി പഠിച്ചു. ഹോമിയോപ്പതി നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷേ നമ്മൾക്കറിയാം, നമ്മളൊക്കെ ഈ ഒരു സിമിനിമം കണ്ടുപിടിക്കാനായിട്ട് കഷ്ടപ്പെടുന്നത് പോലെ ഹനുമാനും ആ സിമിനിമം കണ്ടുപിടിക്കാനും അത് പൊട്ടൻസിയും ഈ മെഡിസിൻ സെലക്ഷനിലും പൊട്ടൻസി സെലക്ഷനിലും അതിൻ്റെ പൊട്ടൻസിയും മെഡിസിനും സെലക്ട് ചെയ്താൽ പോരാ, അത് സിമിനിമം ഇതായിരിക്കണം. അതേസമയത്ത് അതിൻ്റെ ഡോസും റെപ്പറ്റീഷനും കറക്റ്റ് ആയിരിക്കണം. ഇതെല്ലാം ആണെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതി ശരിക്കും നമുക്ക് ആക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതെല്ലാം കണ്ട് അപ്പോൾ അത് പിന്നെ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടും ശരിക്കും റിസൾട്ട് കിട്ടാതിരുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഹനുമാൻ ചിന്തിച്ച പോലെ തന്നെ ഈ മനുഷ്യരുടെ എല്ലാം ഇത്രയും സഫർ ചെയ്യുന്ന മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു വഴി ദൈവം എങ്ങനെയെങ്കിലും നമുക്ക് കാണിച്ചു തരാതിരിക്കില്ല. അതായത് പ്രകൃതി തന്നെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പൊ ആ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന പ്രകൃതിയിൽ ഇതുപോലെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിനുള്ള പ്രതിവിധിയും പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടെ ഈ ഡോക്ടർ ബാച്ച് 6 വർഷത്തോളം കുന്നും മലയും കാടും മേടും എല്ലാം അലഞ്ഞു നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഈ ബാച്ച് ആദ്യം ഒരു 3 മെഡിസിനെ കണ്ടുപിടിക്കുന്നുള്ളൂ. അതായത് മറന്നു ചെയ്ത് ആദ്യം അത് മറന്നുപോയി. ഞാൻ ആദ്യം 3 മെഡിസിനാണ് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് തിരിച്ചും ഒരു 6 കൊല്ലത്തെ പ്രയത്നം വേണ്ട അനദർ ഒരു 9
ഒരു മെസ്സേജ് വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു വാച്ചോ. പിന്നെ അനദർ ഒരു 9 ഇതും കൂടി ഈ മെഡിസിനും കൂടി കണ്ടുപിടിച്ചു. അങ്ങനെ 12 മെഡിസിൻസ് ആൻഡ് 12 മാസ്റ്റേഴ്സ് ആൻഡ് 12 സർവൻസ് എന്ന് പറഞ്ഞ ഒരു ബുക്കൊക്കെ ഇത് ബാച്ച് എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ ആ 12 ഇത് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ഇതുപോലെ തന്നെ അലിഞ്ഞ് ബാക്കി എല്ലാം 38 റെമഡീസ്. നമ്മുടെ ബാച്ചിൽ ആകെ 38 റെമഡീസേ ഉള്ളൂ. പിന്നെ ഹോമിയോപ്പതിയും ഈ ബാച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഹോമിയോപ്പതിയിൽ ഹൺഡ്രഡ്സ് ഓഫ് നോട്ട് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ഓഫ് മെഡിസിൻസ് ആർ ദർ. പക്ഷെ ബാച്ച് ഫ്ലവറിൽ ഓൺലി 38 റെമഡീസ് ആർ ദർ. അത് നമ്മൾ നല്ലോണം ഇത് ഈ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ ഇതിലെ പിന്നുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, ഈ എന്താ പറയുന്നത്, ഈ ബാച്ച് ഫ്ലവറിൽ ഒരു പട്ടൻസിയേ ഉള്ളൂ. അത് പിന്നെ ഇതുപോലെ പട്ടൻസി ചേഞ്ച് ഇല്ല. പിന്നെ അതുപോലെ തന്നെ അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ല. പിന്നെ ഇനി എന്തെന്ന് വെച്ചാല് ഈ പിന്നെ മെഡിസിൻ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഫ്രീക്വന്റ് റെപ്പറ്റീഷൻ. നമുക്ക് വേണമെങ്കിൽ മെഡിസിൻ ഒരു ഹാഫ് ആൻ അവർ, ഈ റെസ്ക്യൂ റെമഡിയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ്സിൽ 10 മിനിറ്റ്സിലൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ അത്രയ്ക്കും ഇതാണ്. ഇതിൽ ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ട്. അതായത് ഞാനും എൻ്റെ ഫ്രണ്ട് ശാന്തയും കൂടി ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഡോക്ടർ അനിൽകുമാറിനെ അറിയാമായിരിക്കും അല്ലേ? ആ ഡോക്ടറുടെ വീട്ടിൽ പോയതാ. ജ്യോതിലക്ഷ്മിയുടെയും അനിൽകുമാറിന്റെയും വീട്ടിൽ പോയിട്ട് അവിടെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഡോക്ടർ ശാലിനി. ഞങ്ങൾ പോയി അവിടെ നിന്ന് കാറിൽ ഇറങ്ങിയ വഴിയെ ശാലിനിക്ക് പെട്ടെന്ന് BP ഒക്കെ അങ്ങോട്ട് കുറഞ്ഞു, പൾസ് റേറ്റ് എല്ലാം കുറഞ്ഞു, ഭയങ്കരമായിട്ട് പ്രൊഫ്യൂസ് പെർസ്പിറേഷൻ. ഞങ്ങൾ പേടിച്ചു പോയി. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ, ഞാനും ശാന്തയും എപ്പോൾ പോകുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ ഈ അക്കണൈറ്റ് വണ്ണമും ഈ റെസ്ക്യൂ റെമഡി ഉണ്ടാവും ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ വേഗം ഞങ്ങൾ അങ്ങനെ തന്നെ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ അക്കണൈറ്റ് വണ്ണം ആദ്യം ടെന്നം ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ ഈ റെസ്ക്യൂ റെമഡി 3-4 ഡ്രോപ്പ് കൊടുത്തു. എന്നിട്ട് പതുക്കെ കാറിൽ നിന്ന് ഇറക്കി. അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ അനിലിന്റെ എത്തിക്കഴിഞ്ഞ് കാറിൽ നിന്ന് ഇറക്കി. പിന്നെ അനിലിന്റെ അവിടെ കട്ടിലിൽ അവിടെ കിടത്തിയിട്ട് ഞങ്ങളൊരു 5 to 10 മിനിറ്റ്സിന് ഗ്യാപ്പിൽ ഒരു 3-4 പ്രാവശ്യം ഈ റെസ്ക്യൂ റെമഡി കൊടുത്തു. പിന്നെ ഒരു ഹാഫ് ആൻ അവർ ആയപ്പോഴത്തേക്കും ഷി വാസ് ഓൾ റൈറ്റ്. വേറെ ഒരു ഇല്ല. ഞങ്ങൾ എല്ലാവരും വളരെയധികം പേടിച്ചു പോയി. അത്രയ്ക്ക് പൾസ് റേറ്റ് എല്ലാം താന്നു. പിന്നെ ഇത് BP കുറഞ്ഞു പോയി. അപ്പോൾ റെസ്ക്യൂ റെമഡി ആണ് ശരിക്കും അത് റെസ്ക്യൂ ചെയ്തെന്ന് ഞങ്ങൾക്ക് അന്ന് തോന്നിപ്പോയി. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്കും ശാന്തയ്ക്കുമുള്ള ഒരു നേരിട്ടുണ്ടായ അനുഭവമാണ്. ശാന്ത ഇതിൽ കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഹോമിയോപ്പതിക്കും ബാച്ചിനും തമ്മിൽ കുറേ അധികം സിമിലാരിറ്റി എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും അലോപ്പതി ഡോക്ടേഴ്സ് ആയിരുന്നു. രണ്ടുപേരും ലീഡിങ് പ്രാക്ടീസ് നടത്തിയിരുന്ന സമയത്താണ് ആ പ്രാക്ടീസ് വേണ്ടാന്ന് വെച്ച് ഇങ്ങനെ ഈ നമ്മുടെ ഗൗതമ ബുദ്ധൻ മനുഷ്യരുടെ കഷ്ടപ്പാടിനും ഈ ദുരിതത്തിലും ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരവും സുന്ദരിയായ ഭാര്യയും എല്ലാവരും ഉപേക്ഷിച്ച് ഒരു ബോധിവൃക്ഷത്തിന്റെ അതിൽ ചോട്ടിൽ പോരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് അവസാനം ആ ഒരു ഇത് കണ്ടുപിടിച്ച പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഹനുമാൻ ഇതെല്ലാം വിട്ട് ദാരിദ്ര്യത്തിലായാലും മെഡിക്കൽ ബുക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് അതിൽ നിന്നുള്ള പണം കൊണ്ട് ഈ ജീവിതം കഴിക്കേണ്ടി വന്ന ഒരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ആ പ്രിൻസിപ്പിൾ വിടാതെ ഇതിനു വേണ്ടി ശ്രമിച്ച് ഹോമിയോപ്പതി കണ്ടുപിടിച്ച പോലെയും ഈ ഡോക്ടർ ബാച്ചും അതുപോലെ തന്നെ കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് ഈ ബാച്ച് ഫ്ലവർ റെമഡീസ്. എനിക്കത് എനിക്ക് വിവരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്, ഞാനൊരു അക്കാഡമിക്കായിട്ട് ഞാനൊരു ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ ആ മെഡിസിൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ എപ്പോഴും ഹോമിയോപ്പതി തന്നെയായിരിക്കും. പക്ഷെ അതിനെ ഇത് ചെയ്യുന്ന ഇപ്പം നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ടോ അല്ലെങ്കിൽ അത് സപ്പോർട്ടീവായിട്ടോ കൊടുക്കുന്ന പോലെ ആണ് ഞാൻ ഇതിൽ ബാച്ച് ഫ്ലവർ റെമഡി കൊടുക്കാറുള്ളത്. ഈ ഹോമിയോപ്പതി പോലെ തന്നെ ബാച്ചും
ബാച്ച് ഫ്ലവറിലും ദേ ആർ നോട്ട് ട്രീറ്റിംഗ് ദ ഡിസീസ് ബട്ട് ദേ ആർ ട്രീറ്റിംഗ് ദ ഡിസീസ്ഡ് പേഴ്സൺ. അപ്പം അതുകൊണ്ട് അപ്പൊ ആ പ്രിൻസിപ്പിൾ തന്നെയാണ് ബാച്ച് ഫ്ലവറിൽ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് അത് ട്രീറ്റ് ചെയ്യുന്നതിൽ കുറ്റബോധമൊന്നും തോന്നാറില്ല. ഞാൻ വായിച്ചും ഇതുപോലെ സുഗതൻ സാറിൻ്റെയും മറ്റുള്ള ഓരോരുത്തരുടെയും, നമ്മുടെ കണ്ണൂരിലെ ഡോക്ടർ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറുടെ ക്ലാസ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് PH അങ്ങനെ കുറേ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഇത് ക്ലാസ് കേട്ടും വായിച്ചും ഒക്കെയാണ് ഞാൻ എൻ്റെ ഈ ബാച്ച് ഫ്ലവറിനെ പറ്റിയുള്ള ഇത് ഈ അറിവ് നേടിയേക്കുന്നത്. ഞാൻ എൻ്റെ ഈ ചെറിയ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾ തീരുമാനിക്കണം എന്താണ് വേണ്ടത്, പഠിക്കണോ, ഇത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുള്ളത്. ഞാനൊരു വഴി പറഞ്ഞു തരാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അശോക് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ, ഞങ്ങൾ ഈ കാര്യത്തിൽ ശിശുക്കളാന്ന് പറഞ്ഞില്ല, ഞാനും അതുപോലെ തന്നെ ശിശുവാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഒരു മൂത്തത എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഞാനൊരു വഴി കാണിച്ചു തരാം. ഈ വഴി കൂടെ പോകുന്നു കാണിച്ചു തരാം, നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. ഓക്കെ. ഈ ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഹോമിയോപ്പതിയെ പോലെ തന്നെ ബാച്ചും ദേ ആർ നോട്ട് ട്രീറ്റിംഗ് ദ ഡിസീസ് ബട്ട് ദേ ആർ ട്രീറ്റിംഗ് ദ ഡിസീസ്ഡ് പേഴ്സൺ. ഇവിടെ ഈ പേഷ്യൻറ്റിൻ്റെ ഫീലിങ്സും സെൻസേഷൻസും ഒക്കെയാണ് ഈ ഇതിന് ഒരു മെഡിസിൻ സെലക്ഷന് ഇവിടെ ബാച്ചിൽ നമ്മൾ ഇത് ചെയ്യുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ ബിക്കോസ് ദ മൈൻഡ് ഈസ് ഓൾവേസ് ഓൾട്ടേർഡ് ഇൻ എവറി കോർപ്പോറിയൽ ഓർ ഫിസിക്കൽ ഡിസീസ്. അതായത് ഒരു മോഡ് ചേഞ്ച് അല്ലെങ്കിൽ ഡിസ്പോസിഷൻ ഒക്കെ ഒരു കാരണമാണ് നമ്മുടെ ഈ നമുക്ക് ഒരു അസുഖം ഉണ്ടാകാനായിട്ട്. ഇപ്പോൾ ഏതെങ്കിലും നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മെൻ്റലി ഒന്ന് ഡിപ്രസ്ഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി എന്താണെന്ന് അറിയില്ല, എനിക്കൊരു വല്ലാതെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് പുറകെ ആയിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരിക. നമ്മുടെ ഒരു ഫസ്റ്റ് നമ്മൾക്ക് തോന്നുന്നത് നമ്മൾ ഉറങ്ങി എണീറ്റാലും നമ്മൾ വി വോണ്ട് ഗെറ്റ് അപ്പ് ഫ്രഷ്. അപ്പം തന്നെ അത് ആ ഹെൽത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിഞ്ഞാൽ, നമ്മൾ രാത്രി നമ്മളുടെ സാധാരണ ഉറക്കം കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വളരെ ഫ്രഷ് ആയിട്ട് എണീറ്റാൽ ദാറ്റ് മീൻസ് വി ആർ ഹെൽത്തി. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇത് ആദ്യം ഉണ്ടാവില്ല. അത് അപ്പം തന്നെ നമുക്കറിയാം നമുക്ക് എന്തോ ഒരു വയ്യ എന്താണാവോ നിങ്ങളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ നമ്മുടെ ഹനുമാൻ പറയുന്നുണ്ട്, നമ്മുടെ റെമഡി എത്ര സ്യൂട്ടാണെങ്കിലും അതിൻ്റെ മെൻ്റൽ ഡിസ്പോസിഷനും കൂടി കറക്റ്റ് അല്ലെങ്കിൽ ആ മരുന്ന് 100% ഫലം തരില്ല എന്ന് ഓർഗനോണിൽ പറയുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഈ അക്കണൈറ്റ് നമ്മൾ എത്ര നല്ല സെലക്റ്റഡായിട്ട് കൊടുക്കുകയാണെങ്കിലും അത് ഒരു ക്വയറ്റ് ആയിട്ടുള്ള കാമായിട്ടുള്ള ഡിസ്പോസിഷനിലുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഈ നക്സോമിക്ക ഒരു മൈൽഡ് ആൻഡ് ഒരു ഫ്ലഗ്മാറ്റിക് പേഴ്സൺ ആണെങ്കിൽ നക്സോമിക്ക വർക്ക് ചെയ്യില്ല. അതുപോലെ ഇഗ്നേഷ്യ ആണെങ്കിൽ കാമ് അല്ലെങ്കിൽ നൈദർ ടു ബി ഫ്രൈറ്റൻഡ് ഓർ വെക്സഡ് അങ്ങനെയുള്ളൊരു ഇതിൽ ഇഗ്നേഷ്യ വർക്ക് ചെയ്യില്ല. പിന്നെ പൾസാറ്റില ആണെങ്കിൽ ഒരു ഹാപ്പി ഗോലക്കി പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഓബ്സ്റ്റിനേറ്റ് ക്യാരക്ടറുള്ള ഒരു പേഴ്സണ് പൾസാറ്റില ഒരിക്കലും സ്യൂട്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹോമിയോപ്പതി പോലെ തന്നെ ഈ ബാച്ചും നോട്ട് ട്രീറ്റിംഗ് ദ ഡിസീസ് ബട്ട് വി ആർ ട്രീറ്റിംഗ് ദ ഡിസീസ് പേഴ്സൺ. ഇവിടെ പേഷ്യൻറ്റിൻ്റെ ഫീലിംഗ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അതെന്ന് വെച്ചാൽ ആ മൈൻഡ്, ആ മൂഡ് ആൻഡ് ഡിസ്പോസിഷൻ ഈസ് ഓൾവേസ് ഓൾട്ടേർഡ് ഇൻ എവറി കോർപ്പോറിയൽ, അതായത് ഫിസിക്കൽ ഡിസീസ് അല്ലേ. നമുക്ക് ഒരു ഫിസിക്കൽ ഡിസീസ് വരുമ്പോൾ നമ്മുടെ ആ മൈൻഡിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ബൈ കറക്റ്റിംഗ് ദ ആൾട്ടേർഡ് ഡിസ്പോസിഷൻ ഓഫ് ദ സിക്ക് പേഴ്സൺ ദ ബോഡ്ലി ട്രബിൾ ആൾസോ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയേർഡ്. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അത് തന്നെയാണ് ഈ ബാച്ചിലും ഈ കാണുന്നത്. അവർ ഓൺ ഫീലിങ്സ്, ഇമോഷൻസ്, moods, worries, fears, depression, etc. are the real symptoms of the physical diseases because they are the result of a conflict between the higher self എന്ന് പറഞ്ഞാൽ the mind,
with the lower self. Lower self എന്ന് പറഞ്ഞാൽ the body. The conflict between the mind and the body. Since mind is the most sensitive part of the body, it is the first one to show the signs of the disharmony within us. അപ്പൊ ആ മൈൻഡിന്റെ അതാണ് ഈ ബാച്ച് ഫ്ലവറിന്റെ അവരുടെ ഇത് ഈ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ മെന്റൽ സിംറ്റം സെൻസേഷൻസ് ആൻഡ് ഫീലിങ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ബാച്ച് ഫ്ലവർ റെമഡി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ദ മൈൻഡ് ഇസ് ദ മാസ്റ്റർ ഓഫ് ദ ബോഡി അല്ലേ. അത് മൈൻഡ് പറയാം. ഇപ്പൊ നമ്മൾ ഇരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ടു സിറ്റ്, ടു വാക്ക്, ടു ഈറ്റ്, ടു ഡ്രിങ്ക്, ടു സ്ലീപ്, ടു സ്മൈൽ, ടു ലാഫ്, ടു ക്രൈ, എല്ലാം നമുക്ക് മനസ്സിന്റെ ആ ഒരു ഇത് വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ എന്താണ് ബാച്ച് ഫ്ലവറും പറയുന്നത്. ആ ഡിസ്പോസിഷൻ, ആ മൂഡ്, ആ ഫീലിങ്സ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പൊ ഇൻ ഷോർട്ട് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ദ ബോഡി ഈസ് എ മിറർ റിഫ്ലക്റ്റിംഗ് ദ മൈൻഡ് അല്ലെ. നമ്മുടെ ആ മനസ്സിലുള്ള ആ ഒരു ഇതാണ് നമുക്ക് ബോഡിയിലും കാണുന്നത്. അതായത് മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമുക്കൊരു പെട്ടെന്ന് ഒരു നെർവസ്നെസ് തോന്നിയാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും അല്ലെ. അതുപോലെ തന്നെ നമുക്കൊരു സ്ട്രെസ് വന്നാൽ നമ്മുടെ തല വേദനിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഈ ഇതിൽ വരുന്നത് നമ്മുടെ ഡിസ്ഹാർമണി. ആ ഒരു മൈൻഡിൽ ഏറ്റവും ആദ്യം ബാച്ച് കണ്ടുപിടിച്ചത് ഈ 3 ഇതില്ല ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിസ്ഹാർമണി കണ്ടിട്ട് മാത്രം ആണ് ഈ ഇതിലെ 3 മരുന്ന് ഈ ബാച്ച് കണ്ടുപിടിച്ചത്. അതാണ് ഇംപേഷ്യൻസ്. ഇംപേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഒന്നിനും ഒരു ക്ഷമ ഉണ്ടാവില്ല. ഈ ഇംപേഷ്യൻസ് പീപ്പിള് ഇപ്പൊ ഒരു റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും നോക്കാതെ ആയിരിക്കും അവർ റോഡ് ക്രോസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവര് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവർ പെട്ടെന്ന് അതിന്റെ ബാഡ് ഇഫക്റ്റ് ഒന്നും അവർ നോക്കില്ല. ആ വിധത്തില് ഇംപേഷ്യൻസ്. അതുപോലെ മീമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കര പേടി. ഇപ്പോൾ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പോകാൻ, ആ പരീക്ഷ എഴുതാൻ പോകാനായിട്ട് ഭയങ്കര പേടിയാണ്, ഫിയർ ഓഫ് എക്സാമിനേഷൻ. അതുപോലെ തന്നെ പിന്നെ കണ്ടുപിടിച്ചത് ഇംപേഷ്യൻസ്, മീമുലസ്, ക്ലമാറ്റിസിലാണ് ഈ ഇതില് 3 മെഡിസിനാണ് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി 6 കൂടി കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ ടോട്ടൽ 9 കൂടി കണ്ടുപിടിച്ചു 6 വർഷത്തിനുള്ളിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ 26 മെഡിസിൻ പിന്നത്തെ ഒരു 10 വർഷത്തിനുള്ളിലാണ് കണ്ടുപിടിച്ചത്. അത് അങ്ങനെ 32 ഇതായി. അതുപോലെ അതിൽ തന്നെ 38 മെഡിസിനിൽ 37 എണ്ണവും പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഇതിലെ വാട്ടറിൽ നിന്ന്, റോക്ക് വാട്ടറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മെഡിസിനേ ഉള്ളൂ. ബാക്കി എല്ലാം പ്ലാന്റിൽ നിന്നാണ് ഈ ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ പറയണ്ടേ, ഇനി നമുക്ക് ഈ ആകെ 38 മരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഓരോ മരുന്നിനെ നമുക്കൊന്ന് നോക്കാം എന്താണ് അതിൻ്റെ ഇതെന്നുള്ളത്. ആദ്യം ഫസ്റ്റ് മെഡിസിൻ അഗ്രിമണി, ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ പോവാം. അഗ്രിമണി എന്ന് പറഞ്ഞാൽ അതിന്റെ കീ വേർഡ് എന്ന് പറഞ്ഞാൽ മെന്റൽ വറീസ് ഓർ ടോർച്ചർ ഹിഡൻ ഫ്രം അതേഴ്സ്. അതായത് ഇപ്പൊ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ എത്ര കഷ്ടപ്പാട്, എത്ര വേദന ഉണ്ടെങ്കിലും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ അത് കാണിക്കില്ല, ഈ അഗ്രിമണി പേഷ്യൻസ്. അതേസമയത്ത് ഹീദർ എന്നൊരു മെഡിസിൻ ഉണ്ട്. അവരങ്ങനെയല്ല. അവര് ഈ അഗ്രിമണിക്കും അതെ ഹീദറിനും അതെ ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ അഗ്രിമണി ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടാത്തത് അവർക്ക് അവരുടെ ബുദ്ധിമുട്ടെല്ലാം അവരോട് പറയാനും അവരോട് വളരെ ഹാപ്പി ആയിട്ട് പെരുമാറാനൊക്കെയാണ്. ഹീദറിന് ഇത് ഈ കമ്പനി ഇഷ്ടം എന്ന് വെച്ചാൽ ഹീദർ അവരുടെ കഷ്ടപ്പാടും ദുരിതവും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് എപ്പോഴും അവർ സെൽഫ് സെന്റേർഡ് ആണ്. അവരുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയത്ത് അഗ്രിമണി അങ്ങനെയല്ല. അഗ്രിമണി എത്ര വേദന ഉണ്ടെങ്കിലും അവരൊരു ചിയർഫുള്ളായിട്ട്, അവർ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നത്തെ ഒരു മെഡിസിനാണ് അഗ്രിമണി കഴിഞ്ഞിട്ട് പിന്നെ ആസ്പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിയർ ഓഫ് അൺനോൺ ഒറിജിൻ. അവർക്ക് എന്തിനെ പറ്റിയാണ് പേടിയെന്ന് വെച്ചാൽ അത് അവർക്കറിയില്ല. അവർ പറയുന്ന ഡോക്ടറെ നമുക്കൊരു എന്താ പറയണ്ട, ഒരു
ഒരു ടൂമിയായിട്ട് തോന്നും. അത് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരുമാതിരി ഒരു ഉള്ളിലൊരു ഭയം, എന്തോ ഉണ്ടാവാൻ പോകണം, എന്തോ നടക്കാൻ പോകണം എന്നുള്ളൊരു ഭയം. അത് കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും, ഇല്ലെങ്കിൽ അത് കൂടിക്കൊണ്ടുവരും. എൻ്റെ ഉറക്കം പോലും അത് നഷ്ടപ്പെടുത്തും എന്ന് പറയും ഈ ആസ്മക്കാരെ. അതുപോലെ ബീച്ച്, പിന്നത്തെ മെഡിസിൻ, മൂന്നാമത്തെ മെഡിസിൻ ബീച്ച്. ബീച്ച് എന്ന് പറഞ്ഞാൽ ഇൻടോളറൻസ്, വാണ്ട് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ എവരിവെയർ. അവർക്ക് ഒന്നിനും ഒരു ഒരു കടുകിട അവർ മാറി കൊടുക്കില്ല. അവർക്ക് എല്ലാം കറക്റ്റായിട്ട് ഇത് ചെയ്യണം. ഇപ്പോൾ ഇതിൽ ഓഫീസിൽ ഫയലാണെങ്കിൽ അത് കറക്റ്റായിട്ട് അടുക്കി വെച്ചേക്കണം. വീട്ടിലെ ബുക്കൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ വീട്ടിൽ അവരുടെ കണ്ണാടിയോ കാറിൻ്റെ താക്കോലോ ഒക്കെ ആണെങ്കിലും അവരുടെ കറക്റ്റായിട്ട് വച്ചില്ലെങ്കിൽ അവർ ഗെറ്റ് ഇറിറ്റേറ്റഡ്. അത് ഒട്ടും അവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അതുപോലെ സെൻചോറി എന്നുള്ള മെഡിസിൻ ആണെങ്കിൽ വീക്ക്നെസ് ഓഫ് വിൽ, ടു ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്. അവര് ഈ സെൻചോറിക്കാരെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഡോർമാറ്റ് പോലെ പറയാം. അവര് മറ്റുള്ളവരെന്താ പറയണേന്ന് വെച്ചാൽ അത് എന്താണ് അനുസരിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും അവര് വേണ്ടാന്ന് വെക്കും. അതുകൊണ്ട് തന്നെ ഈ സെൻചോറിക്കാർക്ക് ഇനി ഒരു ഇതെന്ന് വെച്ചാൽ അവർക്ക് ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ചുമയൊക്കെ അവർക്ക് കുറെ നാൾ നിൽക്കും. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ബോഡിയെ ശ്രദ്ധിക്കാതെ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ അവരുടെ ആ ഹെൽത്ത് ഡിറ്റീരിയേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെയാണ് അങ്ങനെ ആ ഒരു കോഫൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പിന്നത്തെ മെഡിസിൻ സിറാഫോ എന്ന് വെച്ചാൽ അവര് എന്താ പറയണേ, ഒരു സെൽഫ് ഡിസ്ട്രക്ഷനാണ് അവർക്ക് തന്നെ അവരിൽ വിശ്വാസമില്ല, എല്ലാത്തിനും ഭയങ്കര ഡൗട്ടാണ്. അതുപോലെ തന്നെ അഥവാ അങ്ങനെ ഡൗട്ട് ആണെങ്കിലും എല്ലാവരോടും ചോദിക്കും, പക്ഷെ അവർ ചെയ്യുന്ന മുഴുവൻ ഫോളിഷ് തിങ്സ് ആയിരിക്കും. ഇങ്ങനെ ചോദിച്ചുകൊണ്ടൊക്കെ നടക്കും എല്ലാവരോടും. ഇപ്പൊ പിന്നെ അവർക്ക് ഭയങ്കര ഡൗട്ടുമാണ്. ഒരു ടി വി വാങ്ങിക്കണം എന്ന് ഉദ്ദേശിച്ചാല് അവരിപ്പോ എന്നോട് ചോദിക്കും, വേറൊരാൾ ചോദിക്കും, ഇനിയൊരാളോട് ചോദിക്കും. അപ്പോൾ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, മർഫി വാങ്ങിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവര് ചോദിക്കുന്നത് ഡോക്ടർക്ക് വേറെ ആണല്ലോ ഇത്, എന്നിട്ട് എന്താ ഡോക്ടർ എന്താ എന്നോട് മർഫി വാങ്ങിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കും. എന്നിട്ട് ഇവര് പോയിട്ട് വേറെ ഏതെങ്കിലും വാങ്ങിക്കും. ചിലപ്പോൾ അത് ഒട്ടും കൊള്ളില്ലായിരിക്കും. അപ്പൊ ഞാൻ എന്താ പറയണേ, എൻ്റെ ടി വി അത്ര നല്ലതല്ലാത്തതുകൊണ്ടും അതിനെക്കാട്ടിലും നല്ലതാണ് മർഫി എന്ന് അറിയാവുന്നതുകൊണ്ടുമാണ് ഞാൻ ചിലപ്പോൾ അത് പറയുന്നത്. പക്ഷെ ഇവര് അതിനെ വിശ്വസിക്കാതെ അപ്പൊ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു, അപ്പൊ ഡോക്ടർ അത്രയും നല്ലത് എനിക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവര് പോയി വേറെ വാങ്ങിക്കുന്നത്. അത് അവർക്ക് വിഡിത്തമായിരിക്കും. അതുപോലെ ചെറി പ്ലം, അവർക്ക് ഈ ഭയങ്കര ഡെസ്പറേറ്റ് ആണ് അവരെപ്പോഴും. അവർക്ക് തന്നെ ഭയങ്കര പേടിയാണ്, അവരുടെ മനസ്സിന്റെ കൺട്രോൾ വിട്ടുപോകുമെന്നാണ് അവർക്ക് എപ്പോഴും പേടി. ആ വിധത്തിലുള്ള ഒരു മെഡിസിനാണ് ഈ ചെറി പ്ലം. നിങ്ങൾ ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടോ? ഞാൻ ഫാസ്റ്റായി പോകുന്നുണ്ടോ? ഹലോ, കുഴപ്പമില്ല മാഡം. ഓക്കെ, ഇങ്ങനെ പോയാൽ മതിയല്ലോ അല്ലേ അച്ചോ? ചിലത് ഈ ആസ്പനൊക്കെ കഴിഞ്ഞിട്ടുള്ള മെഡിസിന്റെ പേര് ക്ലിയർ ആയില്ല. കുഴപ്പമില്ല, നമുക്ക് നോക്കിക്കോളാം. ബീച്ച്, എന്തോ ഒരു പയ്യെ പറയണേ, എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. ആണോ? ഓക്കെ. ഈ മൂന്നാമത് പറഞ്ഞ ഏതാണ്? ബീച്ച്, BEECH, BEECH, ബീച്ച്. ഓക്കെ, ബീച്ച്. ഇൻടോളറൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇൻടോളറൻസ് വാണ്ട്സ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ എവരിവെയർ. പക്ഷേ മെഡിസിൻസിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ മോളെ, ഓക്കെ. ആദ്യത്തെ അഗ്രിമണി AGRIMONY, ഒറ്റ പൊട്ടൻസി ഉള്ളൂ കേട്ടോ മെഡിസിന്. രണ്ടാമത്തത് ആസ്പൻ, ASPEN. മൂന്നാമത്തത് ബീച്ച്, BEECH. നാലാമത്തെ സെൻചോറി, CENTAURY. അഞ്ചാമത്തെ സെറാറ്റോ, CERATO. ആറാമത്തെ ചെറി പ്ലം, CHERRYPLUM. പിന്നെ ചെസ്റ്റ്നട്ട് ബഡ്, CHESTNUTBUD. അതിൻ്റെ കീവേഡ് എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ഒബ്സർവേഷൻ. അവര്
എന്താണ് അവർക്ക് ഒരു എന്താണ് പറയണേ, ഒരു തെറ്റ് പറ്റിയാലും ഇവന് എത്ര ഉണ്ടായാലും അവന് മനസ്സിലാവില്ല എന്ന് നമ്മൾ പറയില്ലേ, ആ കൂട്ടരാണ് ഈ ചെസ്റ്റ്നട്ട് ബഡ്. അവര് ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് അവർക്ക് എപ്പോഴും ഇങ്ങനെ ദേ നീഡ് ഫോർ റിപ്പീറ്റഡ് എക്സ്പീരിയൻസ്. എത്ര പഠിച്ചാലും എത്ര കൊണ്ടാലും അവൻ പഠിക്കില്ല എന്ന് നമ്മളെ പറയില്ലേ ചിലര്. അവർക്ക് ചെസ്റ്റ്നട്ട് ബഡ് കൊടുക്കണം. പിന്നെ ചിക്കോരി എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. അതിന് ബാച്ച് പറയുന്നത് ലവ് റെമഡി എന്നാണ്. ഇവര് നമ്മുടെ ഫോൾസാറ്റിലെ പോലെയാണ്. പൊസസീവ്നെസ്, സെൽഫ് ലവ്, സെൽഫ് പിറ്റി, വാണ്ട്സ് അറ്റൻഷൻ ആൻഡ് കമ്പനി. ചിക്കോരി, CHICORY. പിന്നെ 9ാമത്തേത് ക്ലെമാറ്റിസ്, CLEMATIS. ഇൻഡിഫറൻസ്, ഡ്രീംനെസ്, ഇൻഅറ്റൻഷൻ. അതായത് ഇൻഅറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലൊക്കെ ഇരുന്നാലും അവര് ഏതെങ്കിലുമൊക്കെ ലോകത്തായിരിക്കും. ടീച്ചേഴ്സ് ചോക്കൊക്കെ വലിച്ചെറിഞ്ഞ് എവിടെയാടാ നീ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നില്ലേ, അവർക്കൊക്കെ നമുക്ക് ഈ ക്ലെമാറ്റിസ് കൊടുക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കണില്ല ഡോക്ടറെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ക്ലെമാറ്റിസ് കൊടുക്കാം. അവരെ നമ്മൾ ദിവാസ്വപ്നം ചെയ്യുന്നവരെന്ന് പറയില്ലേ, അങ്ങനെയുള്ളവരാണ് ക്ലെമാറ്റിസ്. പിന്നെ ക്രാബ് ആപ്പിൾ, CRABAPPLE. അവർക്ക് അൺക്ലീൻലിനെസ് ആണ്. ശരിക്കും നമ്മൾ ഈ സ്കിൻ ഡിസീസ് ഒക്കെ വരുമ്പോൾ ഈ ക്രാബ് ആപ്പിൾ കൊടുക്കുക. കാരണം അവർക്ക് സ്കിന്നിൽ ഉണ്ട്, പക്ഷെ അവരുടെ മൈൻഡിലാണ് ആദ്യം ആ അൺക്ലീൻലിനെസ് തോന്നിയതിന്റെ പുറകെ ആയിരിക്കും അവർക്ക് ഈ സ്കിൻ ഡിസീസ് വരിക. അവർക്ക് അതുകൊണ്ട് ആ സ്കിൻ ഡിസീസ് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് തനിയെ തന്നെ ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ഭയങ്കര നിരാശയാണ്. അവർക്ക് എപ്പോഴും ഒന്നും ശരിയാവില്ല, അല്ലെങ്കിൽ എന്നെ കണ്ടോ, എൻ്റെ സ്കിൻ കണ്ടോ എന്നൊക്കെ ഇങ്ങനെയുള്ള ആ ഒരു ഡെസ്പയർ ആണ് അവരെപ്പോഴും. പിന്നെ ജെൻഷ്യൻ, GENTIAN. അതിൻ്റെ കീവേഡ് എന്ന് വെച്ചാൽ സാഡ്നെസ്, എപ്പോഴും അവർക്ക് സങ്കടമാണ്. ഡിപ്രഷൻ, ഡിസ്കറേജ്മെന്റ്, അൺസർട്ടനിറ്റി. അവർക്ക് ഒന്നിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഈ ജെൻഷ്യൻകാർക്ക്. അത് ശരിയാവോ എന്നുള്ളൊരു വിചാരമാണ്. 12ാമത്തെ ഗോൾസ്, ഹോപ്പ്ലെസ്നെസ്. അതാണ് അതിൻ്റെ ഏറ്റവും ഒറ്റ വാക്ക് പറയുന്നത്. അവർക്ക് ഒന്നിനും ഒരു ഇതുണ്ടാവില്ല. ഈ ഇത് എന്താ പറയുന്നത്, അവർ ഹോപ്പ്ഫുൾ ആയിരിക്കില്ല. അവരോട് ഇപ്പം നമ്മൾ ഗോൾസ് പേഷ്യൻസിനോട് ഇപ്പോൾ ഒരാൾ പറയാണ്, ഇല്ല നിങ്ങളുടെ ക്യാൻസർ ഇപ്പം 4th സ്റ്റേജാണ്, നിങ്ങൾക്കൊന്നും നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ടു, ആ ഡോക്ടർ ഇങ്ങനെ പറയുകയാണെങ്കിൽ, എന്നാൽ സാധാരണ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, ഇനി ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടെ ഒന്ന് നോക്കാം, ഒന്നും കൂടെ വേറെ എവിടെയെങ്കിലും ഒന്ന് നോക്കി ഒന്ന് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ MRI ചെയ്യാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ ഗോൾസുകാരെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെ എൻ്റെ രോഗം ഭേദാവില്ല, ഇനി എനിക്ക് അത് തന്നെയാണ് എന്നുള്ള മട്ടിൽ അതാണ് ഗോൾസുകാർ. പിന്നെ LM എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്, ELM, ഒക്കേഷണൽ ഫീലിംഗ് ഓഫ് ഇൻഅഡിക്വൻസി, ഡെസ്പോണ്ടൻസി ആൻഡ് എക്സോഷൻ. അതായത് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു വയ്യ എന്നുള്ള പെട്ടെന്നൊരു ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ ചില സമയത്ത് അവർക്ക് വെറുതെ ഒരു നിരാശ. നമുക്കൊക്കെ ഓരോരുത്തർക്കും എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഒരാവശ്യമില്ലാതെ നമുക്ക് എന്തോ പോലെ ഒരു സങ്കടം പോലെ, ഒരു എന്താ പറയുക, കാർമേഘം ഉള്ള പോലെയൊക്കെയുള്ള ഒരു തോന്നൽ വരില്ലേ, അങ്ങനെ ആ ഒരു ഫീലിങ്ങിനാണ് M. പിന്നെ ഹീതർ, HEATHER. അവർക്ക് ഈ സെൽഫ് സെന്റേർഡ് ആണ് അവർക്ക് ഭയങ്കര സ്വാർത്ഥമതികളാണ് ഇവര് ഈ ഹീതറുകാര്. അവർക്കും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അഗ്രിമണി എത്ര അസുഖം വന്നാലും അവര് ഒന്നും പറയില്ല. വെളിയിലൊന്നും ആരും ഒന്നും അറിയിക്കില്ല. അവര് വെറുതെ ബുദ്ധിമുട്ടിക്കണം നേരെ മറിച്ച് ഹീതറുകാർ അങ്ങനെയല്ല. അവര് ഒരു ഇത്തിരി വയ്യെങ്കിൽ അതിനെ അങ്ങ് പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരോടും. അവർക്ക് ആ ഒരു സിമ്പതി കിട്ടാനും ഒരു ഇത് കിട്ടാനും അവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇനി ഒരു മരുന്നുള്ളത് ഹോളി, HOLLY. അതിൻ്റെ കീവേഡ് ഹെയ്റ്റ്രെഡ്നെസ്. അവർക്ക് എല്ലാവരോടും വെറുപ്പാണ്. അതുപോലെ തന്നെ അസൂയ,
അസൂയെക്കാട്ടിലും കൂടുതലുള്ളതാണല്ലോ എൻവി. ആ എൻവി തന്നെ ഉണ്ട് അവർക്ക്. പിന്നെ അതുപോലെ തന്നെ അവർക്കുള്ളത് സസ്പീഷനാണ്. ഇപ്പൊ ഭാര്യയ്ക്ക് ഒരു ഇത്തിരി കൂടുതൽ സൗന്ദര്യമോ അല്ലെങ്കിൽ ഇത്തിരി കൂടി കൂടെ നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ എന്നും ഈ ഭാര്യയ്ക്ക് ചെയ്തല കൊടുക്കാത്ത വിധത്തിൽ അവര് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മെഡിസിനാണ് ഈ ഹോളി. പിന്നെ ഹണീസക്കിൾ നമ്മുടെ ഇതുപോലെ നാട്ടമ്പൂറിന്റെ പോലെയാണ്. ഡ്വെല്ലിംഗ് ടു മച്ച് ഓൺ മെമ്മറീസ് ഓഫ് ദ പാസ്റ്റ്. അതും നല്ല മെമ്മറീസ് അല്ല, ചീത്ത മെമ്മറീസിൽ. നല്ല മെമ്മറീസ് അവരധികം ശ്രദ്ധിക്കില്ല. ഈ ഇതില് ചീത്ത മെമ്മറിയിൽ ഒരു കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഹോം ബീം, HOARNBEAN. നമ്മുടെ ഇത് ലൈക്കോപോഡിയം പോലെയാണ്. അവർക്ക് അവരുടെ വിചാരം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, എനിക്ക് എന്നെ കൊണ്ടത് ഉത്തരവാദിത്വം ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഫീലിംഗ് ആണ് അവർക്ക്. മെന്റൽ ആൻഡ് ഫിസിക്കൽ ടയർഡ്നെസ് ആൻഡ് വെയറിനെസ്, അതാണ് അതിന്റെ കീവേഡ്. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ലൈക്കോപോഡിയത്തിന് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, അവർക്ക് എന്നെ കൊണ്ട് പറ്റൂല അത് എന്നുള്ളൊരു വിചാരമാണ്. അല്ലെങ്കിൽ ഒന്നും ലൈക്കോപോഡിയ എന്നാൽ ഞാനത് ചെയ്യാം, അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് വരില്ല. അതേ സമയത്ത് നമ്മൾ അവരെ നിർബന്ധിച്ച് അത് ഏൽപ്പിച്ചാൽ 101% കറക്റ്റായിട്ട് അവരത് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഹോം ബീമും. അവർക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി അവർ ടയേർഡാണ്, വെയർനെസ് ഉണ്ടെങ്കിലും ഒരു ജോലി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഏറ്റവും നല്ലോണം അത് ചെയ്യും. പിന്നെ ഇംപേഷ്യൻസ്, ഞാൻ പറഞ്ഞില്ലേ, ഇംപേഷ്യൻസ്, ഇറിറ്റബിലിറ്റി, ആ ഒരു മെന്റൽ ടെൻഷൻ, എക്സ്ട്രീം മെന്റൽ ടെൻഷനാണ് അവർക്ക് ഒന്നിനും ഒരു ടെൻഷൻ കാരണമാണ് അവർ എന്താണ് റോഡ് നോക്കാതെ ക്രോസ് ചെയ്യുന്നതും, അതുപോലെ വണ്ടി റാഷായിട്ട് അവർ ഡ്രൈവ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു മെഡിസിനാണ് ഇംപേഷ്യൻസ്. പിന്നെ ലാർച്ച്, LARCH, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, റെസ്പോണ്ടൻസി, എക്സ്പെക്ടേഷൻ ഓഫ് ഫെയിലുവർ. അവരെന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അവര് ബിസിനസ് ഒക്കെ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇത് ശരിയാവില്ല ഡോക്ടറെ, എന്നാലും ഞാനങ്ങ് ചെയ്യാണ് എന്നും പറഞ്ഞിട്ടാണ് അവര് വരുന്നത്. അങ്ങനെയുള്ള വരുന്നതിന് ലാർച്ചാണ് മെഡിസിൻ. പിന്നെ ഇപ്പൊ ആസ്പൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് പേടി എന്നുള്ളതൊന്നും അറിയില്ല. അതേസമയത്ത് മിംബുലസിനാണെങ്കിൽ അവർക്കറിയാം ആ ഫിയർ ഓഫ് നോൺ ഒറിജിൻ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എക്സാമിനേഷന് ഇത് പോകുമ്പോഴാ അവർക്ക് എക്സാമിനേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് എനിക്ക് മുഴുവൻ എഴുതാൻ പറ്റുമോ എന്നുള്ള വിചാരം കൊണ്ടാണ് അവർക്ക് ആ പേടി വരുന്നത്. അതുപോലെ ഞാൻ എന്തോ മിംബുലസിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? മിമുലസിന്റെയോ? MIMULS. മിമുലസ്, MIMULS. അതുപോലെ നമ്മുടെ കടുക്, മസ്റ്റാർഡ്, അവർക്ക് ഇതുപോലെയാണ്. എന്താന്ന് അറിഞ്ഞൂടാ ഡോക്ടറെ, ഒരു ഡിപ്രഷൻ, ഒരു കാര്യമില്ലാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ബ്ലാക്ക് ഡിപ്രഷൻ ഓഫ് അൺനോൺ കോസ്. ഈ ആസ്പൻ പോലെയാണ്. അത് കാരണം എന്താണെന്ന് അറിയില്ല. അപ്പോഴത്തേക്കും നമ്മൾ എന്താ പിള്ളേരുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല ഡോക്ടറെ, പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒന്ന് ഡിപ്രഷൻ ആവുമെന്ന് ഇവര് പറയും. ഓക്ക്, ഡെസ്പോണ്ടൻസി, ഡെസ്പെയർ, ബട്ട് നെവർ സീസ് എഫേർട്സ്. അവര് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവര് എന്താണ് ഗോൾസ് പറഞ്ഞില്ലേ, ഹോപ്പ്ലെസ്നെസ് എന്ന് പറഞ്ഞില്ലേ. അവരോട് ഒരു അസുഖത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് അവര് പിന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയനൊന്നും അവർ നോക്കില്ല. ഒരു സെക്കൻഡ് ഇതും കൂടി നോക്കാമെന്നോ അല്ലെങ്കിൽ ഒന്നും കൂടെ ചെയ്യാമെന്നൊന്നും വിചാരിക്കില്ല. പക്ഷെ ഈ ഓക്ക് അങ്ങനെയല്ല. അവർക്ക് റെസ്പോണ്ടൻസി ഉണ്ട്. ഇങ്ങനെ അവരോടും പറയാണ്, നിങ്ങൾ ക്യാൻസർ ആണ്, 4th സ്റ്റേജ് ആണ്, ഇനി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവരും റെസ്പോണ്ട് ആവും, ഡെസ്പെയർ ആവുകയും ചെയ്യും. പക്ഷേ നെവർ സീസസ് ഇഫർട്സ്. അവര് പിന്നെയും ഓരോ അലോപ്പതി കൊണ്ടല്ല, എന്നാൽ ആയുർവേദം നോക്കാം, അല്ലെങ്കിൽ ഹോമിയോപ്പതി നോക്കാം, അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ നോക്കാം, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് ആ ഹോപ്പ്ഫുൾ ആയിട്ട് അവരിങ്ങനെ മാറി മാറി ഡോക്ടേഴ്സിനെയൊക്കെ കാണാൻ നോക്കും. പിന്നെ ഒലിവ് മെഡിസിൻ ഉണ്ട്, കംപ്ലീറ്റ് എക്സോഷൻ,
ഒലിവ് എന്ന് പറഞ്ഞാൽ OLIVE, മറ്റേ OAK ആണ് ഓക്ക്. കംപ്ലീറ്റ് എക്സോഷൻ, എക്സ്ട്രീം ടയർഡ്നെസ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. അവർക്ക് ഒലിവിന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർ ആ ടയർഡ്നെസ് വരുന്നത്. അതുപോലെ ബോഡിയിലും അവർക്ക് ഫിസിക്കലി ആൻഡ് മെന്റലി ദേ വിൽ ബി ടയേർഡ്. പിന്നെ പൈൻ എന്നൊരു മരുന്നുണ്ട്. ആരെന്ത് ഇപ്പൊ ഇവരുടെ ഓഫീസിൽ അവരെല്ലാരും കൂടി ഒരു കാര്യം ചെയ്യാൻ തോന്നി അത് ചെയ്തു. അതിലൊരു 4-5 പേരുണ്ടാവും. പക്ഷെ അത് ഫെയിലർ ആവുകയാണെങ്കിൽ ഉടനെ ഈ പൈൻകാർ പറയും അത് എൻ്റെ കുറ്റം കൊണ്ടാണ്, ഞാൻ അന്ന് ആ സമയത്ത് കറക്റ്റായിട്ട് ആ പോയിന്റ് ചെയ്തില്ല, പോയിന്റ് നോട്ടീസ് ചെയ്തില്ല, അല്ലെങ്കിൽ അത് ഞാൻ അവിടെ അയച്ചില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തനിയെ തന്നെ ആ കുറ്റം ഏറ്റെടുത്തോളൂ. പിന്നെ റെഡ് ചെസ്റ്റ്നട്ട്, REDCHEST നട്ട്. ഫിയർ ഓർ ആങ്സൈറ്റി ഫോർ അതേഴ്സ്. അവർക്ക് അവനവനെ പറ്റിയല്ല, മറ്റുള്ളവരെ പറ്റിയാണ് അവരെപ്പോഴും ആങ്ഷ്യസ് ആവുന്നത്. ഈ റെഡ് ചെസ്റ്റ്നട്ടുകാർ ഒരു ഇதைയും ദേ ആർ ആങ്ഷ്യസ് അബൌട്ട് അതേഴ്സ്. അപ്പൊ ഇപ്പൊ ഒരു അച്ഛൻ മകന് നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരിക്കും, അച്ഛൻ ബിസിനസ്സുകാരനാണ്, മകൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരിക്കും, ആ കുട്ടിക്ക് എഞ്ചിനീയർ ആവണമെന്നാണ് അവന്റെ മനസ്സിലെ ആഗ്രഹം.